കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ മമതാ സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ നടപ്പിലാക്കിയത്? രോഹിണി, ബംഗാളിൽ മമതാ സർക്കാരിന്റെ കീഴിൽ ആശുപത്രിയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് ഇത് സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ളത്. പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്ന കൃത്യമായ നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരത്തിൽ ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല. ഒരു ആശുപത്രിക്കുള്ളിലാണ് ഇത്രയും ക്രൂരമായൊരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആശുപത്രിക്കകത്ത് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല എന്ന് നിരീക്ഷിച്ച കോടതി അതിനുമപ്പുറത്തേക്ക് ഇത്രയധികം ക്രൂരമായൊരു സംഭവം, കൊലപാതകം നടന്നിട്ടും അതിന്മേൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ, ഒരു ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞ ഒരു വീഴ്ച കൊണ്ട് അതിനുശേഷവും അലംഭാവമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. രൂക്ഷമായ വിമർശനം മമതാ സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം മമതാ സർക്കാരിനോട് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഫലപ്രയോഗം അല്ലെങ്കിൽ വലിയ കയ്യേറ്റം പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൊൽക്കത്ത അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചത് ഫലപ്രയോഗം വേണ്ടത് പ്രതിഷേധക്കാർക്ക് നേരെയല്ല എന്ന കൃത്യമായ നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സുപ്രധാനമായ നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതിന് തൊട്ടുപിറകെയാണ് ഇന്ന് കൊൽക്കത്തയിൽ സ്വാസ്ഥ്യ ഭവനിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ള ABVP പ്രവർത്തകർക്ക് നേരെ ബംഗാൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത്. സ്വാസ്ഥ്യ ഭവനിലേക്ക് മുന്നിലേക്ക് പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളായിരുന്നു ABVPയുടെ നേതൃത്വത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരക്കി നീതി ഉറപ്പാക്കണമെന്നും പോലീസ് നിഷ്ക്രിയമാണ് അല്ലെങ്കിൽ മമതാ സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത്. പോലീസ് മാർച്ച് തടയുകയും വിദ്യാർത്ഥികളെ അതിക്രൂരമായി ലാത്തിചാർജ് ചെയ്യുകയും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. അത്തരത്തിൽ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തുകയും പ്രതിഷേധക്കാർക്ക് നേരെയല്ല ബലം പ്രയോഗിക്കേണ്ടത് എന്ന കൃത്യമായ നിരീക്ഷണം നടത്തുകയും അല്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ട് പോലും ഇന്നും പ്രതിഷേധക്കാരൊക്കെ ക്രൂരമായി നേരിടുന്ന അല്ലെങ്കിൽ അവർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തുന്ന ബംഗാൾ പോലീസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൊൽക്കത്ത ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മമതാ സർക്കാരിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധം നടക്കുന്നുണ്ട് എങ്കിൽ പോലും കൊൽക്കത്ത നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ പ്രതിഷേധ പരമ്പരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന്റെ നിർണായകമായ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി, ബംഗാളിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ബംഗാൾ സർക്കാരിന് ഏറ്റ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ വിമർശനം തന്നെയാണ് ബംഗാളിന്റെ ഗവർണർ CV ആനന്ദ ബോസ് മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ക്രമസമാധാന നില പാലിക്കുന്നതിൽ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിൽ മമതാ സർക്കാർ പരാജയപ്പെട്ടു എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം CV ആനന്ദ ബോസ് നടത്തിയിരുന്നു, ഗവർണർ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് എത്തിയിട്ടുള്ളത്. രാഷ്ട്രപതിയുമായും ഒപ്പം ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ നിലവിലെ സാഹചര്യം, ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം നിലവിലുണ്ടായിട്ടുള്ള കൊൽക്കത്തയിൽ ആശുപത്രിയിൽ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടും അതേ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളും ഗവർണർ സർക്കാർ സംവിധാനത്തെ ഒപ്പം രാഷ്ട്രപതിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗവർണറുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നിലവിലൊരു കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. പ്രക്ഷോഭം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൺട്രോൾ റൂം പശ്ചിമ ബംഗാൾ ഗവർണർ തുറന്നിട്ടുള്ളത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.